ഇന്ന് നമുക്ക് ഐലൻഡ് കണ്ടിട്ട് വരാം. തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് കോറൽ ഐലൻഡ് എന്നൊരു പേര് കേട്ടപ്പം തന്നെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐലൻഡ് എങ്ങനെയിരിക്കും കാണാൻ എന്നൊരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്നും പുറപ്പെട്ട് പട്ടായ സിറ്റിയിലേക്ക് എത്തി. പട്ടായ സിറ്റിയിൽ നിന്ന് രണ്ട് മാർഗത്തിലൂടെയാണ് നമുക്ക് കോറൽ ഐലൻഡിലെത്തുക, ഫെറി അല്ലെങ്കിൽ സ്പീഡ് ബോട്ട്. അപ്പോൾ രണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം അല്ലേ? ഫസ്റ്റ് നമുക്ക് ഫെറിയിൽ പോവാം. ഫെറിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് ഒരു വയസ്സുള്ള യുവിക്കും ടിക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ 3 ടിക്കറ്റ് നമ്മൾ എടുത്തു. പെർ പേഴ്സൺ 30 തായ് ബാത്ത് ആണ്. അങ്ങനെ നമ്മൾ ഫെറിയിലേക്ക് കയറി. ഫെറി എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ്, ഒരു ബസ് സർവീസ്, ബോട്ട് സർവീസ് എന്നൊക്കെ പറയാം. ഫെറിയിൽ കയറി ഇരുന്നതിന് ശേഷമാണ് പെട്ടെന്ന് നമ്മുടെ മൂഡെല്ലാം ചേഞ്ചായി. അതിന് കാരണം യുവിയുടെ ഒരു ചപ്പൽ കാണാനില്ലായിരുന്നു. ചപ്പൽ ഫുള്ളായിട്ട് തേടിയെങ്കിലും കിട്ടിയില്ല. അങ്ങനെ കോറൽ ഐലൻഡ് ഫുള്ളും അവൻ ഒറ്റ ചെരുപ്പിട്ടുകൊണ്ടാണ് നടന്നത്. പക്ഷെ നമ്മൾ വൈകുന്നേരം ഇതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് മാർക്കറ്റൊക്കെ കണ്ടുപിടിച്ചു, ചപ്പൽ വാങ്ങിച്ചു. അതൊക്കെ വ്ലോഗിലുണ്ട്. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡിലെത്തി. ഐലൻഡിലെത്തിയപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ലായിരുന്നു. കാരണം നമുക്ക് ഏജൻസി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് കണ്ടുപിടിക്കണം മാർഗം എന്താണെന്ന്. അപ്പോഴാണ് കുറച്ച് പേര് അവിടെ റെന്റിന് 2 വീലേഴ്സ് വെച്ച് ഇരിക്കുന്നതൊക്കെ കണ്ടത്. എല്ലാവരെയും വിളിക്കുന്നുണ്ടായിരുന്നു, ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയപ്പം ഒരു വ്യക്തി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. ആ പറഞ്ഞു തരുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലായി കോറൽ ഐലൻഡ് എന്ന് പറയുന്നത് നടന്നു കാണാൻ പറ്റുന്ന ദൂരം ഒന്നും അല്ലാന്ന്, അങ്ങനെ കണ്ടു തീർക്കാനും പറ്റില്ലാന്ന്. സോ 2 വീലർ എടുക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് മനസ്സിലായി. അങ്ങനെ 2 വീലർ റെന്റിന് എടുക്കാന്ന് തീരുമാനിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ID പ്രൂഫായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഇന്ത്യൻ ID പ്രൂഫായാലും മതി, നോ പ്രോബ്ലം. പക്ഷെ എന്ത് ചെയ്യാൻ, റൂമിലെല്ലാം വെച്ചിട്ട് വന്നത് കൊണ്ട് ID പ്രൂഫായിട്ട് കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇത്രയും വർഷം വീട്ടിൽ ഒരു പ്രയോജനം ഇല്ലാതിരുന്ന സാധനം, എന്നാൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. 10 മിനിറ്റ് മാത്രം പരിചയമുള്ള ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് പോകേണ്ടി വന്നത്. അത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് കൊടുത്തിട്ട് എന്തോ ഒരു വിശ്വാസത്തിൽ അവരുടെ വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ കോറൽ ഐലൻഡ് കാണാനായിട്ട് തിരിച്ചു. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഇന്റർനാഷണൽ ലൈസൻസ് വേണ്ടതെന്ന്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ലൈസൻസും ഹെൽമെറ്റും ഒന്നും വേണ്ട, ഇവിടെ പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ സമാധാനത്തോടെ വണ്ടി എടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് തൊപ്പിയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മളെ പോലെ വാലും തുമ്മും അറിഞ്ഞൂടാത്ത ആൾക്കാർ വരുമെന്നൊക്കെ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് മുക്കിനും മൂലയിലും മാപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് ബീച്ചസ് ഉണ്ടെന്ന് മാത്രം അറിയാം. സോ മാപ്പ് നോക്കിയിട്ട് ആ ബീച്ചിൻ്റെയൊക്കെ പേര് നോക്കി, പേര് ഒരു ഐഡിയ ഇല്ലാത്ത പേരുകളാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തിലോട്ട് പോയി. പോകുന്ന വഴിയിലെല്ലാം മലയും കുന്നും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.